അടച്ചിട്ടില്ലേ? നമ്മൾ വിളിക്കാനുള്ള എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ കൊണ്ടെത്തിക്കണമേ. ഹലോ, ആര്? അപ്പുറത്തെ കടയിലെ രാഘവന് കൊടുക്കാൻ ആരാണ്? ഇല്ലില്ല, ബുദ്ധിമുട്ടാ. എടാ, ടെലഫോൺ ബൂത്താണ്. രാവിലെ തിരി കത്തിച്ചങ്ങോട്ട് തുടങ്ങിയുള്ളൂ, കഴിഞ്ഞിട്ടം പോലും വിറ്റിട്ടില്ല. ഇല്ല, കുറച്ച് ബുദ്ധിമുട്ടാ. കുറച്ച് കഴിഞ്ഞ് വിളി വെച്ചിട്ട് പോയാ കിടക്കും. അപ്പൊ എവിടെ നിന്നല്ല ഇത് അവിടെ തുറന്നേ ഉള്ളൂ, കഴിഞ്ഞിട്ടം പോലും വിറ്റിട്ടില്ല. അതിന് രാഘവൻ കൂട്, അപ്പുറത്തെ തങ്കമ്മയ്ക്ക് കൂട്. ഒരെണ്ണം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരുപാട് പൈസ കിട്ടാനുണ്ട്. രാഘവൻ 250 രൂപ. അയ്യോ, ആളുണ്ട്, ആളുണ്ട്. വേറെ അപ്പുറത്തുണ്ട്, നോക്കിക്കോ. ശരി, ആയിക്കോട്ടെ. ഹലോ, ഓമന ഞാൻ ഡ്യൂട്ടിക്ക് പോവാ. ഓവർ ടൈം നടന്നേ. ഓ, ഭയങ്കര ഓർക്കാം. പപ്പ ലണ്ടനില് ഇപ്പൊ തണുപ്പൊക്കെ ഉണ്ടോ? ഓ, ചൂടാണോ? ഓക്കെ പപ്പ, പിന്നെ ഞാനൊരു 2 മാസം കഴിയുമ്പോ കയറും. മമ്മിയെ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. ഓക്കെ പപ്പ, ഞാൻ ഡ്യൂട്ടി പോയിട്ട് മമ്മിയെ ഞാൻ വിളിക്കുന്നുണ്ട്, 6 വിളിക്കുന്നുണ്ട്. ഓക്കെ പപ്പ, ഞാൻ പിന്നെ വിളിക്കാം. എക്സ്ക്യൂസ് മീ, സ്വിറ്റ്സിലെ കോഡുണ്ടോ? സ്വിറ്റ്സർലാൻഡ്. ഞാൻ എല്ലാ ദിവസവും അത് എടുത്തുകൊണ്ട് വരുന്നതാണ്, കൊണ്ടുവന്നതുമില്ല. ആൾക്കാർ വെളുക്കുമ്പോ കാക്കരമായി കുണ്ണെന്ന് പറയാൻ ഞാൻ വിളിച്ചോളാം. സെറ്റപ്പ് ടീമാണ്. മമ്മി പപ്പയെ വിളിച്ചിരുന്നു. കുഴപ്പമില്ല, ഞാൻ ഓപ്പായിരുന്നു. കുഴപ്പമില്ല, ഞാൻ 2 മാസം കഴിയുമ്പോ വരുന്നുണ്ട്. ഓക്കെ മമ്മി, ഞാൻ പിന്നെ വിളിക്കാം. ബൈ, ഡ്യൂട്ടിക്ക് പോവാ. നമ്മളൊരു പട്ടുസാരിക്ക് പറഞ്ഞാൽ എന്ത് മേടിക്കണം? ചേട്ടാ പുറത്താണ് ഇരിക്കട്ടെ. അപ്പുറത്ത് രാവിലെ കട നല്ല ചായക്ക് പറഞ്ഞു. ചായ ഫ്രൂട്ട് സ്നാക്സ്. ഏതാണ് ഫ്രൂട്ട് സ്നാക്സ്? മനസ്സിലായില്ല. അറിയില്ല? ഇല്ല, ഏതാ ചോദിച്ചാൽ കൺട്രി പ്ലസ് ഫ്രൂട്ട് സ്നാക്സ് ആണ്. എക്സ്ക്യൂസ് മീ, എന്റെ വിതിരത്തെ കുഞ്ഞന്മാരുടെ നമ്പർ തരാം. ഏതാ ചോദിച്ചാൽ? ഞങ്ങളുടെ വിതിരത്തെ കുഞ്ഞമ്മയുടെ നമ്പർ വേണം. അതല്ല, സാറിന്റെ കുഞ്ഞമ്മയുടെ നമ്പർ. അതെ, അത് സാറിന്റെ കുഞ്ഞമ്മയുടെ നമ്പർ എങ്ങനെ എന്റെ കാണും? കുഴപ്പമില്ല, രായമാവന്റെ നമ്പർ ഒന്നാലും മതി. എന്റെ പൊന്ന് സാറേ, സാറിന്റെ കുഞ്ഞമ്മയുടെ സാറിന്റെ രായമാവന്റെ നമ്പർ സാറിന്റെ കൈ കാണും. ഇത് എന്നെ ചോദിച്ചാ എങ്ങനെ? അത് പറഞ്ഞ അതെങ്ങനെയാണ് സംഭവം? മറിയാതെ ഞാൻ കാര്യത്തിൽ ചന്തേക്കൂരി എലികളെടുത്ത് സംസാരിച്ച് അപ്പൊ അവന് പറഞ്ഞത് പെരിശാഴികൾ ഇനി അവിടെ കയറി ആക്രമിക്കില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഇന്നലെ എലികളുമായിട്ട് ചർച്ച നടത്തി. മനസ്സിലായില്ലേ? സംസാരിക്കുന്ന എനിക്ക് ചായ വേണ്ട കേട്ടോ, മുഴുത്ത വട്ട. എന്തൊരു ഭാഷ പറഞ്ഞു? അല്ല സാറേ, ഞാനല്ലേ സാർ ചായ കുടിക്കത്തന്നെ വാക്ക് പറഞ്ഞത് എന്താ? അയ്യോ, ഞാൻ സാറിനെ ഒന്നും പറഞ്ഞില്ല. അല്ല ചായ ഞാൻ പറയട്ടെ, ഞാൻ എലികളുമായിട്ട് ചർച്ച നടത്തി. ഞാൻ അവർക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ മേഞ്ഞിട്ട് പോകും. അല്ല, അതെനിക്കറിയാം സാർ. അത് വന്ന് മേഞ്ഞിട്ട് പോകും. ആരെന്നറിയാടാ? സത്യം എന്ന സീർ ഇന്നലെ വന്ന് വീട്ടിൽ നിന്ന് വഴി കുടിച്ചോണ്ടാണ് പോയത്. മനസ്സിലായോ? നേരത്തെ എന്തൊരു ബാക്കി പറഞ്ഞു. ഇല്ലല്ല, ഒരു കാര്യം, ഞാൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഫ്രൂട്ടി കുടിക്കുക. ആ ഫ്രൂട്ടി കുടിക്കടാ. എന്റെ പൊന്ന് സാറെ വേണ്ട സാറേ. പിന്നെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ സാർ, ആരെ കാണുമെന്ന് പറഞ്ഞു? ആരെ നമ്പർ ആവണമെന്ന് പറഞ്ഞു? രായമാവന്റെ. അല്ല, കണ്ടല്ലോ വലിയ പോലെ. എന്റെ കുഞ്ഞമ്മ അപ്പുറം താമസം. ഓ, അത് ശരി. ഓ, അതിനെന്താ വിളിച്ചത്? ഇല്ല, കുഴപ്പമുണ്ടോന്ന് എനിക്ക് അറിയണം. കാര്യങ്ങളൊക്കെ അങ്ങനെയാണോ നടക്കുന്നത്? ബുദ്ധിമുട്ടല്ലോ. ഓമന 112 അവളെ വെട്ടി കീറാ ഇതുവരെ കൊണ്ടുപോകും. ഹലോ, ആളും
അയ്യോ ചേട്ടാ ആളുണ്ട്. പക്ഷെ നേരത്തെ വന്നേ. അതെ അത്യാവശ്യമായിരുന്നു. അയ്യോ ആളുണ്ട് ചേട്ടാ. വേറെ ഉണ്ടായിരുന്നു. വേറെ അവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോ റൈറ്റ് ഈ സൈഡിൽ ഇവിടെ കണ്ടു കാണുന്നു. അവിടെ അവിടെ ഉണ്ടോ? അത്യാവശ്യമായിരുന്നു. നേരത്തെ വന്നേ പാവം. മാമ നീ എന്താടാ ഫോൺ എടുക്കാത്ത? ഞാൻ ഒരു ബൂത്തുണ്ടേ. ഒരു 3:30 ഞാൻ എത്തും. ഓ ഓ ഓ എടുത്തറ എടുത്ത് കയ്യിൽ എടുക്കൊണ്ട്. ഓ ശരി ശരി ശരി. ആ ആ അല്ല പിന്നെ ഇതെത്ര ഇത് 10 ഉണ്ടെണ്ണ. 600. ഓ ഇതിപ്പോ നിർബന്ധമല്ലേ? ഭയങ്കര ചെക്കിങ് മുക്കിന് മുക്കിന് ചെക്കിങ്. പോലീസ് പിടിക്കില്ലേ? അതല്ല ഇത് പിടിച്ചാൽ പറ്റി എത്ര 10-100 അടിച്ചു തരും. 200 100 ജോലിക്കാണ് പോകണം. എനിക്ക് 200 പെൻറ്റ് കൊടുക്കാനോ. അല്ല ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇത് വെച്ചാൽ ചെവി കേൾക്കാൻ പറ്റും? ചെറുതായിട്ടാ കേൾക്കാനോ? എന്നാ വീട്ടിൽ അമ്മൂമ്മയ്ക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കണം, അവർക്ക് ഒട്ടും ചെവി കേൾക്കത്തില്ല. 350 പൈസ അല്ല വിളിച്ച കോളിൻ്റെത് 350. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. അതന്നെ ഞാൻ പറഞ്ഞിട്ടല്ലേ വിളിച്ചത്. 350 പൈസ വിളിച്ചത്. ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ ഒരു കോൾ വിളിച്ചോളൂ ഞാൻ ചോദിച്ചു. അയ്യോ അത് അപ്പൊ എണ്ണം പറഞ്ഞ കാര്യം വിളിച്ചോ? അതല്ല നീ കയറി വിളിച്ച് എന്ന് പറഞ്ഞ് വിളിച്ചാൽ പൈസ പൈസ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യം നീ വരെ വിളിച്ച പോലെ. സാമാന്യ പരിപാടിയുണ്ട്. ഇതൊന്നും ശരിയല്ല. എന്തോ ഇതൊന്നും ശരിയല്ല. ഏത് ശരിയല്ല? ഇതൊന്നും ശരിയല്ല. നീ പൈസ തന്നിട്ട് നിങ്ങൾ സംസാരിക്കാൻ പൈസ. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഞാൻ ഒരു കോൾ വിളിച്ചത്. ഞാൻ ലോൺ എടുത്തതായിരുന്നു. അത് ശരിയായില്ല. ലോൺ എടുത്ത് ശരിയായില്ല. അതല്ല പിന്നെ ഒരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ ഒന്നും പെരുമാറരുത്. നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ പൈസ രാവിലെ കഴിഞ്ഞിട്ടാൻ പോലും കിട്ടില്ല കേട്ടോ. ഇനി ഞാൻ ഇങ്ങോട്ട് പോയി നിങ്ങളെ നോക്കൂല, തിരിഞ്ഞു തന്നെ നോക്കൂല കേട്ടോ. ഇനി നീ ഇങ്ങോട്ട് വരൂല. ഞാൻ ഒരു കോള വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കണം കേട്ടാ. ഞാൻ വന്നാൽ നോക്കുമല്ലോ. ഒരു മനുഷ്യൻ നിങ്ങളുടെ മനുഷ്യനെ കണ്ടിട്ടില്ല. ആദ്യം മനുഷ്യനെ കണ്ട് പഠിക്കണം. ഒരു മനുഷ്യൻ എന്തുകൂടാ കാലം വിളിച്ചിട്ട് കിടന്ന് പിണങ്ങുന്ന എൻ്റെ അടുത്ത്. ഇന്നലെ അവളെ കണി കണ്ടത്. അല്ല വെറുതെ ഓരോ കാര്യങ്ങളും പൈസ ഒക്കെ ഉണ്ടല്ലേ? അല്ല ഉണ്ട പൈസ ഒക്കെ ഉണ്ടോ? എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? എന്നെ കണ്ടിട്ട് തോന്നുന്നില്ല. അല്ല ഞാൻ ചോദിച്ചല്ലേ ഉണ്ട. ഇവിടെ ഓരോരുത്തർ വരുന്നതുകൊണ്ട് ഇപ്പൊ ഒരു അംഗം കാണിച്ചിട്ട് പോയത്. വേണ്ട സംസാരിക്കും. അയ്യോ ആളുണ്ട് ചേട്ടാ. ഇപ്പൊ 3ാമത്തെ തവണ മനസ്സിലായി. അവിടെ നിന്ന് ഉദ്ദേശിച്ച് നോക്കിയിട്ട് നോക്കിട്ട് അവിടെ ചിലപ്പോ ആൾ മാറിക്കണം. അയ്യോ അത് ചെറുതാട്ടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കംപ്ലൈന്റ് ഇതിന്ന് വിളിച്ചോ. അത് കുഴപ്പമൊന്നുമില്ല. അത് വിളിച്ചാൽ നീ തീരുമാനിച്ചത്. ഹലോ അല്ല ആന്റി കടല്ലേ? അണ്ടി ആഫീസോ? നമ്പർ മാറിപ്പോയില്ലേ? പക്ഷെ ബില്ലിന് മാറ്റമൊന്നും വരുത്തില്ല. ആ മനോജടാ, നീ എന്താ ഇന്നലെ വരാത്ത? നീ മഞ്ജുവിന്റെ കൂടെ ഞാൻ പറയാം. നീ എന്താ ഇന്നലെ വരാത്ത? വല്ലവന്റെ ഒന്നും ബൈക്കൊക്കെ എടുത്താണ് നമ്മളവിടെ പാട്ട് വിട്ട് പറഞ്ഞു. നീ ഇത് എന്തൊരു പരിപാടിയാണ് കാണിക്കുന്നത്? നീ ഒരു കാര്യം ഇന്ന് ഞാൻ റൂട്ട് പറഞ്ഞാൽ ആ റൂട്ടിൽ കറക്റ്റ് വാ. അടാ കാര്യം നമ്മൾ റൂട്ട് പറഞ്ഞു. നീ നേരെ കോളേജിൽ നിന്ന് ഇറങ്ങി എഴുതക്കാട് അവിടെ നേരെ കട്ട് ചെയ്ത് ബേക്കറിയിൽ വാ. ഫസ്റ്റ് ബേക്കറി വാ. അവിടെ സ്റ്റാച്ചു നേരെ. ഓക്കെ സ്റ്റാച്ചു സെക്കൻഡ് മെയിൻ തപ്പി. അങ്ങോട്ടല്ല. അയ്യേ ഇത്രയും നാള് കോളേജിൽ പഠിക്കാൻ പോയിട്ട് വഴി കിടക്കും കൂടെ അവര്. കുഴപ്പമില്ല നീ വന്നാ മതി, ഞാൻ വിളിച്ചോളാം. ആ നമ്പർ പറ. എവിടെ എഴുതാൻ നമ്പർ പറ. 9 തന്നെ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. മനുവിന്റെ ലാൻഡ് നമ്പർ അതിൽ വിളിക്കാം. മനുവിന്റെ ലാൻഡ് നമ്പർ 0472287362. ഓക്കെ. അല്ല അത് ഇവിടുത്തെ അണ്ണങ്ങളൊന്നും നീ
പോരെ ഞാൻ തരാം. പക്ഷെ എന്റെ ഇന്നില്ല. പിന്നെ ഞാൻ ഘട്ടം ഘട്ടമായിട്ട് തരാം. എങ്ങനെ? ഇന്ന് ഒരു 200 രൂപ തരാം. ഇന്ന് നീ ഒരു 200 രൂപ തരും. ബാക്കി എങ്ങനെ എത്ര രൂപ? 6000. അതിനൊരു 3000 രൂപ ഈ പറഞ്ഞ തിങ്കളാഴ്ച. 3000 രൂപ ഈ പറഞ്ഞ തിങ്കളാഴ്ച. ഇന്നത്ര 3050. അതിന്റെ തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച ഒരു 3000 കൂടെ തരാം. 3000 കൂടെ തരും. പിന്നെ എത്ര രൂപ? പിന്നെ വെറും 50 രൂപ. ഒരു 50 രൂപ. അന്നത്തെ പേരെന്താ? രവി. സ്ഥലം ഇവിടെ അടുത്ത് കൂത്താട്ടുണ്ട്. കൂത്താട്ടുകുളം രവിയുണ്ട്. വെറും 50 രൂപ. മനുഷ്യനെ തിരിച്ചറിയാൻ പടിയില്ല. ഞാൻ പറഞ്ഞത് അന്ന ഇപ്പൊ വീട് കിടന്നാലും ഞാൻ എടുത്തോളൂ. വെറും 50 രൂപയ്ക്കൊക്കെ ഞാൻ പറയണമെന്ന് മനസ്സിലായി. ഒരു ജന്മമുള്ള അത് ജീവിക്കുക. മനുഷ്യനെ തിരിച്ചറിയാം. വെറും 50 രൂപയ്ക്ക് നീ കിടന്ന് സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ നിസ്സാര ഒരു 50 രൂപ തന്നെ ഞാൻ മോശമാണ്. വീട് കിടന്നാലേ ഞാനേ ഉള്ളൂ ഇതിലെ പോയാ 50 രൂപയ്ക്ക് കിടന്നു സംസാരം. വെറും 50 രൂപ. നിസ്സാരപ്പെട്ട 50 രൂപയ്ക്ക് ഞാനൊരു നല്ലൊരു ചെറുപ്പക്കാരനാണ്. അവൻ ഒരുപാട് ഫീൽ ചെയ്ത് ഞാൻ വരുമ്പോഴേ എടാ ഒരു 24 TV എന്ന് പറഞ്ഞാടാ വീട്ടിൽ നമ്മളെടാ TV നീ വരുന്ന കൊണ്ടുപോവാ. പിന്നെ VCD എടുത്തോളാടെ. എന്തായിരുന്നു മൊബൈലിന്റെ ഡിസ്പ്ലേ പോയി നിനക്ക് അറിയാം. ഞാൻ പറഞ്ഞില്ല ചുമ്മാ കേട്ടാ. അത് നല്ല VCD എടുത്തോളെ. പിന്നെ എന്റെ ബൂത്തിലാണ് ശല്യപ്പെടുന്നത്. പിന്നെ ഇഷ്ടപ്പെടൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും മറന്നല്ലോ രാവിലെ ചിരിക്കാൻ എങ്ങും പോകണം. ഓരോ പോകുന്നത് ഇതൊരു 3-4 കുപ്പീസ് കുറച്ചു കൊണ്ടുപോകണം. ഇളയത്തിനൊക്കെ ഇപ്പം നമുക്കെല്ലാം നമ്മുടെ വൈകുന്നേരമാണ്. കുറെ വിറ്റുണ്ട് ഞാൻ ബൂത്തിലാണോ ജയിച്ചത് ഓ ഓക്കെ ഞാൻ മാറിയത് എന്നാ ഇവൻ വന്നിട്ട് കുറെ തിരിക്കാറുണ്ട്. നീ വിളിച്ചറിയാം 250 രൂപ. ആറരയ്ക്ക് വരുള്ള കാർ പിടിച്ച് പെട്ടെന്ന് പോകണം. ഭഗവാനെ ഇന്ന് എല്ലാവരും വന്ന ഈ ഗതിയില്ല. കഴിഞ്ഞിട്ട് പോലും ഇവിടെ വെച്ചിട്ടില്ല. അയ്യോ പാടില്ല. എങ്ങനെങ്കിലും 10 വയസ്സ് ആ ബാബട്ട നേരത്തെ വിളിക്കാൻ വന്ന യുവമാരൊന്നും സമ്മതിച്ചു. എല്ലാവരും ഗതി നന്നായി കേട്ടോ കേട്ടോ. നമ്പരൊക്കെ കുത്തുന്നില്ലേ? ഓ ഇതിനൊക്കെ എന്തോ നമ്പർ കുത്താനാണ്. ചേട്ടാ ഓ അല്ല അവിടെ അനക്കൊന്നും കേൾക്കുന്നില്ല. ഹലോ ചേട്ടോ ചേട്ടാ അവിടുന്ന് വെളി വെച്ചൊന്നും കേൾക്കുന്നില്ല. അതൊക്കെ ഉണ്ടേ പുറത്തോട്ട് കേൾക്കത്തില്ല. അണ്ണ ഇങ്ങനെ കാണാൻ ഏതോ കാമുകയായിട്ട് വിളിക്കാന്ന് രഹസ്യമാണെന്ന് ഉത്തരവാദിത്തം അനങ്ങുന്നില്ല. ചവിട്ടി പൊളിക്കുമതെല്ലാം.
അത് ശരി. ഫോണുണ്ട്, ആ. ഫാനുണ്ട്. ആ. സൂപ്പർ. അതല്ല ബാങ്കിൽ കുറച്ച് കടമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ കുറെ കൂടെ ഒക്കെ ഒന്ന് വിവരം ഇപ്പഴേ വേണ്ട, അതിന് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അവർക്ക് സമയം കിടക്കില്ല, സംഭവം ചെയ്യാൻ ഓടി പിടിപ്പിക്കാം. പക്ഷെ നമുക്ക് ഇപ്പൊ അത്യാവശ്യം അതിനകത്ത് വേണ്ടത് ഒരു ബക്കറ്റ് വെള്ളം, ഒരു കപ്പ്.